ഭക്തജനങ്ങൾക്ക് നമസ്കാരം. ഞാൻ ഇന്ന് ഇവിടെ എന്നെ പരിചയപ്പെടുത്തട്ടെ. ഇന്ന് പുറം ലോകം ഏറെക്കുറെ മനസ്സിലാക്കി തുടങ്ങിയ തലശ്ശേരിയിലെ അവധൂത മാതാജിയെ പറ്റി ഞാൻ കവിതാരൂപത്തിൽ ഒരു ഭജന എഴുതിയിട്ടുണ്ട്. അത് നിങ്ങളെ മുന്നിൽ അവതരിപ്പിക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. അതുമാത്രമല്ല, ഈ ഭാഗ്യം എന്ന് പറയട്ടെ, ഞാൻ ഈ അമ്മയെ 25 വർഷമായി ഞങ്ങളുടെ ഗൃഹത്തിൽ തന്നെയാണ് അമ്മ താമസിച്ചു വരുന്നത്. അതിൻ്റെ മുൻപിലായി ഒരു അവധൂത യോഗികളും ഞങ്ങളെ ഗൃഹത്തിൽ താമസിച്ചിട്ടുണ്ട്. ഈ അടുത്ത കാലത്തായി അമ്മയെപ്പറ്റി മാത്രമല്ല, ആത്മീയ തലത്തിൽ ഞാൻ ഒരു 19ഓളം കവിതകൾ എഴുതിയിട്ടുണ്ട്. അതുകൂടാതെ അമ്മയുടെ ലീലാമൃതം ഇപ്പം ഞാൻ എഴുതിക്കൊണ്ടിരിക്കുന്നുണ്ട്. അത് ഇതുവരെ പബ്ലിഷ് ചെയ്തിട്ടില്ല. അതുകൊണ്ട് അതിലുള്ള ഒരു കവിത ഞാനിവിടെ ചൊല്ലിക്കേൾപ്പാൻ ആഗ്രഹിക്കുന്നു. വിശ്വജനനിയാം വിശ്വേശ്വരി വാഴുന്നിടമാണെൻ പുണ്യഗേഹം. ഇന്നിവിടെ വന്നെത്തും ഭക്തന്മാർ പല ദേശക്കാർ പല ഭാഷക്കാർ. അറിയില്ലിവർ തൻ അവസ്ഥാവിശേഷം. ഭക്തരോ മുക്തരോ അതെന്തെന്നാൽ നിങ്ങൾ വിശേഷിപ്പിൻ. ഭൗതിക ലോകത്തിൽ ആസക്തിയുള്ള ലൗകികരും ആത്മീയദാഹം കൊതിച്ചെത്തും ആത്മീയന്വേഷകരും ഒന്നിച്ചു ചേർത്തു കൈകോർത്തു നിൽക്കുന്നിടമാണെൻ പുണ്യഗൃഹം. അടുത്താൽ മഞ്ഞിൻ കണം പോലെ എടുത്താലരിയും കനൽക്കട്ട പോലെ പോകേണ്ട നിങ്ങൾ കാശിയിലും മുങ്ങിക്കുളിക്കേണ്ട നിങ്ങൾ സൗവർണികയിലും. ആത്മീയ പ്രഭാവം ഉജ്ജ്വല തേജസ്സോടെ വിളങ്ങി നിൽക്കുമാണിവിടം. ഈ പ്രപഞ്ചത്തിനുള്ളം കയ്യാലെടുത്തമ്മാനമാടാൻ പോന്നോളം ഉഗ്രശക്തിയാം വിശ്വജനനി നിൻ വിശ്വരൂപമാരുണ്ടു കണ്ടവർ. മാതാവിൻ വാത്സല്യത്തേനാമൃത് ആവോളമുണ്ടു ഞാൻ. അറിയില്ല മറ്റാർക്കും അതറിയില്ല, വെളിപ്പെടുത്തില്ല ഞാൻ മറ്റാർക്കുമേ. അനുഭവിച്ച പരമാനന്ദത്തെ വർണ്ണിപ്പാനാളല്ല ഞാൻ. വന്നവർക്കു ചൊല്ലിക്കൊടുത്തു ഞാൻ മഹത്വം. ഭാഷാതീതം ഗുണാതീതം വർണ്ണനാതീതം. ലഭിക്കുന്നുണ്ടിവർക്കു പലതും അമ്മയിൽ നിന്ന്. ലഭിക്കേണ്ടതു ലഭിച്ചിട്ടു മടങ്ങുന്നിവർ സംതൃപ്ത മനസ്കരായി. ഞാനുമിന്നു തേടിക്കൊണ്ടിരിക്കുന്നു എന്നിലേ എന്നെ കാണാൻ. എന്നിലടങ്ങിയ മായാശക്തി തൻ മറയൊന്നു മാറ്റിത്തന്നാലും വിശ്വേശ്വരി. മടങ്ങില്ല നിൽക്കുമിളകളം മനുഷ്യ ജീവിതത്തിൽ ഈയാം പാറ്റകളായി ജനിപ്പാനും മരിപ്പാനും.